ലഹരി ഉപയോഗിക്കുമ്പോഴാകട്ടെ ഇത് തുടക്കത്തിൽ നമുക്ക് നിർത്താം, ജസ്റ്റ് ഞാനൊന്ന് ട്രൈ ചെയ്യുന്നതല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നവർ പക്ഷേ ഓരോ ദിവസം മുന്നോട്ട് ചെല്ലുമ്പോഴും അത് അവരുടെ ലൈഫിന്റെ ഒരു റൊട്ടീനായി മാറാറാണ് പതിവ്. ഒരിക്കലും അതിന്റെ പിടിയിൽ നിന്നും അവർക്കൊരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. പേരന്റിങ് എന്നാൽ ചെറുപ്പത്തിലെ തൊട്ടേ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം അവരുടെ മെന്റൽ ഹെൽത്ത് എങ്ങനെയായിരിക്കണം, ഫിസിക്കൽ ഹെൽത്ത് എങ്ങനെയായിരിക്കണം. ലഹരി ഉപയോഗിക്കുമ്പോൾ ഓരോ മക്കളുടെയും മാനസികാവസ്ഥയ്ക്കും ശാരീരികാവസ്ഥയ്ക്കും എത്രത്തോളം മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന് മാതാപിതാക്കൾ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. 10 രൂപ ഉണ്ടെങ്കിൽ സിഗരറ്റ് മേടിക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരം 10 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ ശരീരത്തിന് വേണ്ടി മാനസികവും ശാരീരികവുമായി എനിക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ എന്ത് മേടിക്കാം, എങ്ങനെ ആ പൈസയെ ചെലവാക്കാം എന്ന് മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം. എന്താണോ അവരുടെ ഇഷ്ടം ആ ഇഷ്ടത്തിന് കൂട്ടി നിന്ന് ആ ഇഷ്ടത്തിന് മേൽ അവരുടെ ഒപ്പം തന്നെ വളരാൻ മാതാപിതാക്കളും ശ്രമിക്കണം. ഒരിക്കലും മാതാപിതാക്കളുടെ ഇഷ്ടങ്ങളെ മക്കളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടാതിരിക്കുക. ഇത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിന്ന് വരുന്ന വലിയൊരു കാര്യമാണ്. നമ്മുടെയൊക്കെ സ്കൂൾ വിദ്യാഭ്യാസ ഘട്ടത്തിൽ നമുക്ക് ഫോൺ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രം കിട്ടിയിരുന്ന കാര്യമാണ്. ഇപ്പോൾ അങ്ങനെയല്ല. സ്കൂളുകളിൽ നിന്നും ടീച്ചേഴ്സ് ഇത് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ച് മനസ്സിലാക്കൂ എന്ന് പറയുമ്പോൾ കുട്ടികൾ ഉടനെ ചെല്ലുന്നത് നെറ്റ്വർക്കിന്റെ മുമ്പിലേക്കായിരിക്കും. ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഫോൺ ഉപയോഗിച്ച് അവർ കൂടുതൽ കാര്യങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഒരു ചെറിയ മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് കടന്നു ചെല്ലാനാവാത്ത മേഖലകളിൽ കൂടി നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നു. ഇത് ഒരു പരിധിവരെ ഉപകാരപ്പെടുന്നതിന് പകരം നമുക്ക് ദോഷം ചെയ്യുകയാണ് ചെയ്യുന്നത്. പല കാര്യങ്ങളെ പറ്റി നമ്മൾ അറിയുന്നതോടൊപ്പം ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്.